ഞാൻ നിങ്ങളെ കാനായിലെ കല്യാണ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയം ഈശോയെ ആരും അറിയാതെ ആ കാര്യം അറിയിക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല എന്ന്. ഈശോയുടെ ഈ വാക്കുകൾക്ക് മറുപടിയായി പരിശുദ്ധ അമ്മ ഈശോയോട് തിരിച്ചൊന്നും പറയുന്നില്ല. പകരം മറിയം അവിടുത്തെ സേവകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. അവിടെ അവർക്ക് വീഞ്ഞില്ല എന്ന് പുത്രനോടുള്ള ആ അറിയിപ്പ് ഒരു സാധാരണ പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു പരാതി ആയിരുന്നില്ല. മറിച്ച് ആകാശത്തെയും ഭൂമിയെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് തൻ്റെ വാക്കാൽ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൻ്റെ അരുമപുത്രനിലുള്ള വിശ്വാസമായിരുന്നു. അതിനുപരി ദൈവപുത്രന്റെ സാമീപ്യമുള്ളിടത്ത് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് അമ്മയുടെ നിശ്ചയദാർഢ്യം. അതേ മകന്റെ ശക്തിയിലുള്ള ഒരമ്മയുടെ അചഞ്ചലമായ വിശ്വാസം. പ്രിയമുള്ളവരെ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സന്തോഷം നിലച്ചു പോകുമ്പോൾ, വിരുന്നിന് വീഞ്ഞു തീർന്നു പോയതുപോലെ ഒരു ശൂന്യത അനുഭവപ്പെടുമ്പോൾ അമ്മ മറിയത്തിൻ്റെ അടുത്ത് ചെന്നിരിക്കാം. ആ വാക്കുകളൊന്ന് ഓർക്കാം. അവൻ ഞങ്ങളോട് പറയുന്നത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സാധാരണ ജലം അവിടുത്തെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും വീഞ്ഞായി മാറും. നമുക്കും മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ ഒരുക്ക ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കൃപയുടെ വീഞ്ഞുകൊണ്ട് നിറയാം. ആശംസിക്കുന്നു നല്ലൊരു ദിവസം.